ഓരോ മേഖലയിലുള്ളവരും വലിയ പ്രതീക്ഷകളും ആവശ്യങ്ങളും ഒക്കെയാണ് പങ്കുവയ്ക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഹോട്ടൽ മേഖലയിലേക്ക് വരികയാണെങ്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് കേന്ദ്ര ബജറ്റിനായി കാത്തിരിക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. GST ഇളവാണ് ഹോട്ടൽ ബിസിനസ് രംഗത്തുള്ളവരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്കും GST കൗൺസിലിനൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പ്രധാനമായിട്ടും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കും റെഗുലർ ടാക്സ് പേയേഴ്സിനും ഒരേ രീതിയിലാണ് ഇപ്പോൾ GST കളക്ട് ചെയ്യുന്നത്. അത് തെറ്റാണ്. കാരണം ഒന്ന്, ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരുന്നതാണ്. അതായത് അവരുടെ കയ്യിൽ നിന്ന് 5% ടാക്സ് കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കുന്നതാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ചെറിയ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം, 1.5 കോടി താഴെ വിറ്റുവരുള്ള ചെറിയ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഹിതത്തിൽ നിന്ന്, അവർക്ക് കിട്ടുന്ന ചെറിയൊരു ലാഭവിഹിതത്തിൽ നിന്ന് വേണം അവർ ടാക്സ് അടയ്ക്കാൻ. അതും 5% തന്നെ അടയ്ക്കണമെന്ന് പറയുമ്പോൾ അതൊരു തികച്ചും ന്യായമല്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. രണ്ടാമതൊരു കാര്യം, കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഹോട്ടൽ മേഖല, ഈ ഭക്ഷണ വിതരണ മേഖല ശരിക്കും MSMEയിൽ ഉൾപ്പെട്ടതാണ്. MSMEയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ MSMEയുടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. കോവിഡ് സമയം കോവിഡ് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പാക്കേജൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഹോട്ടൽ മേഖലയ്ക്കും, സർവീസ് മേഖലയാണ് ഹോട്ടൽ മേഖല എന്ന് പറയുന്നത്, സർവീസ് മേഖലയ്ക്കും ഈ പറയുന്ന പ്രൊഡക്ഷൻ മേഖലയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊന്ന് GST ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കാരണം പ്രൊഡക്ഷൻ സെക്ടറിൽ 1% GST ഉള്ളപ്പോൾ ഞങ്ങൾ 5% GST അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം സാധാരണക്കാർ കൊടുക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ വീടുകളുടെ ചാർജല്ല ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊഡക്ഷൻ സെക്ടറിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ ചാർജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 10 രൂപയ്ക്ക് ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരികയാണ്.